ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പ്രകാശ് ബസ് ബോഡി ബിൽഡേഴ്സിന്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ തീർച്ചയായും കാണുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് BMRലായിരുന്നു ഗൈസ്. അങ്ങനെ പ്രകാശിൽ വന്നൊരു മോഡലാണ് Z1. ഈ 8000 BMR Z1 എന്നായിരുന്നു ഇതിന്റെ പേര്. പക്ഷെ നമ്മുടെ BMR ബോഡികളെ വെച്ച് നോക്കുകയാണെങ്കിൽ തികച്ചും വ്യത്യാസം ഉണ്ടായിരുന്നൊരു ബോഡിയായിരുന്നു നമ്മുടെ ഈ Z1. അതിനാൽ BMRൽ നിന്ന് വേർതിരിവുള്ളൊരു ബോഡി തന്നെയായിരുന്നു Z1. പ്രകാശിൽ നമ്മുടെ Z1 ഏകദേശം നമ്മുടെ 2010 ജനുവരിയിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ആരംഭിച്ചത്. Z1 എന്ന മോഡൽ വന്ന ടൈമിൽ കുറെ വെല്ലുവിളി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരുന്നു. വണ്ടി വന്ന ടൈമിൽ ചൈനീസ് ഹെഡ് ലാമ്പ് മാത്രമായിരുന്നു. അതിനോട് വെളിച്ചക്കുറവ് കാരണം കുറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. അതിനാൽ വണ്ടി പരിഹരിച്ച് രണ്ടാമത് റൗണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് വീണ്ടും ഇറക്കിയത്. അതിനുശേഷം തരംഗം സൃഷ്ടിച്ചൊരു വണ്ടിയാണ് തന്നെ പറയാം നമ്മുടെ Z1. അതിനുശേഷം വണ്ടിയുടെ ചൈനീസ് ഹെഡ്ലൈറ്റിന്റെ പ്രശ്നങ്ങൾ കാരണം വണ്ടി റൗണ്ട് ലൈറ്റിൽ ഇറങ്ങി. എന്നിട്ട് പോലും വണ്ടിയുടെ സ്വീകാര്യത ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് സത്യ ട്രാവൽസാണ് Z1 എന്ന ബോഡി ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. പിന്നെ Z1 ബോഡികൾക്ക് ബോഡി കെട്ടി വരാൻ നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ BMR ബോഡികളെ വെച്ച് നോക്കുകയാണെങ്കിൽ. അതിനാൽ കുറേ പേര് BMRലേക്ക് തന്നെ മാറുകയായിരുന്നു ചെയ്തിരുന്നത്. അത് പരിഹരിക്കാനാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ Z2 എന്ന് പറഞ്ഞൊരു മോഡൽ പ്രകാശ് അവതരിപ്പിച്ചു. അതായത് നമ്മുടെ BMR സ്ട്രക്ചറിൽ BMR ഫ്രണ്ട് ബോഡീൻ്റെ ഹെഡ്ലൈറ്റ് മാത്രം വ്യത്യാസം വരുത്തിയിട്ട് അവിടെ ഒരു Z1 ലുക്കിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പേര് Z2 എന്ന് പറഞ്ഞൊരു മോഡൽ അവിടെ ഇറക്കി. വണ്ടീൻ്റെ പേര് Z2 എന്നാണെങ്കിലും വണ്ടി നമ്മുടെ Z1നെ വെച്ച് നോക്കുകയാണെങ്കിൽ Z1ൻ്റെ മറ്റേ ഒരു തലയെടുപ്പ് കാര്യങ്ങളൊന്നും ഇതിനില്ലായിരുന്നു. അതൊരു BMR സ്ട്രക്ചറിൽ വന്ന വണ്ടിയായിരുന്നു. Z1നെ പോലെ ഈ വണ്ടിക്ക് വലിയ സ്വീകാര്യത കാര്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. നമ്മുടെ കേരളത്തിലായാലും ഏകദേശം ചുരുക്കം വണ്ടികൾ മാത്രമാണ് ഈ ഒരു ബോഡിയിൽ ഇറങ്ങിയത്. അങ്ങനെ ഇരിക്കെയാണ് പ്രകാശ് ആദ്യമായി മൾട്ടി ആക്സികളുടെ ബോഡി 2012 നിർമ്മിച്ചു തുടങ്ങിയത്. അതിനുശേഷം വന്നൊരു മോഡലാണ് BV Lexer. ഒരു വെറൈറ്റി മോഡൽ തന്നെ ആയിരുന്നു വന്നിരുന്നത്. BMR പോലെ വന്നൊരു മോഡലായിരുന്നു BV സീരീസ്. അപ്പോൾ BV സീരീസിലെ ഫസ്റ്റ് മോഡലായിരുന്നു ഇത് BV Lexer. ഈ വണ്ടി നോക്കുകയാണെങ്കിൽ പ്രകാശ് ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡലായിട്ടാണ് ഈ വണ്ടി നിരത്തിൽ ഇറക്കിയത്. ഇതും ഏകദേശം നമ്മുടെ കേരളത്തിൽ ചുരുക്കം വണ്ടികൾ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ വണ്ടീൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് നല്ലപോലെ പെയിൻറ്റ് ചെയ്ത് കാര്യങ്ങളൊന്നും കൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ ഈ വണ്ടി ലുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ വണ്ടി നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ചാൽ നല്ല ലുക്ക് കാര്യങ്ങളും ഉണ്ടാവും. ഏകദേശം ലിമിറ്റഡ് എഡിഷനിൽ കുറച്ച് വണ്ടികൾ മാത്രമേ ഇത് ഇറങ്ങിയിട്ടുള്ളൂ. അതിന് ശേഷം വന്നൊരു മോഡലാണ് BV Maxima. BV Maxima നല്ല കളിപ്പിച്ച വണ്ടിയാണ് കേരളത്തിൽ. നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നല്ല ചൈനീസ് ഹെഡ്ലൈറ്റിൽ പല രീതിയിലും കളിപ്പിച്ചൊരു വണ്ടിയായിരുന്നു BV Maxima. ഈ വണ്ടീൻ്റെ ഒരു ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ ഈ വണ്ടി ഷോറൂം അതായത് പ്രകാശ് ഇറക്കിയത് റൗണ്ട് ലൈറ്റ് കാര്യങ്ങളായിരുന്നു. ഇതിന് ചൈനീസ് ഹെഡ്ലൈറ്റ് അവതരിപ്പിച്ചത് നമ്മുടെ കേരളത്തിലുള്ള പ്ലാമിറ്റത്ത് ബസ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ ടീമാണ്. പ്രകാശ് റൗണ്ട് ലൈറ്റ് കാര്യങ്ങളിൽ വണ്ടി അവതരിപ്പിച്ച ശേഷം ഈ വണ്ടി പ്ലാമിറ്റത്ത് ബസ് റീസ്റ്റോറേഷൻ എടുക്കുകയും അവർ നമ്മുടെ BV Lexer ഇല്ലേ അതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ BV Maximയ്ക്ക് ഘടിപ്പിക്കുകയും അധിക ലുക്ക് കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഈ വണ്ടി ഒരു തരംഗം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം നമ്മുടെ കേരളത്തിൽ. അതായത് ഒരുപാട് പേരാണ് പിന്നെ ഈ ഒരു രീതിയിൽ വണ്ടി ബോഡി കെട്ടി തുടങ്ങിയത്. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഷോർട്ടേജ് മൂലമാണ് ഈ വണ്ടീൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ പ്രകാശിൽ നിർത്തിയത്. പ്രൊഡക്ഷൻ നിർത്തിയെങ്കിലും നമ്മുടെ സ്ലീപ്പർ കോച്ച് സെഗ്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേ വണ്ടി കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ അതിനുശേഷം വന്നൊരു വണ്ടിയായിരുന്നു BV Maxima Plus. ഈ വണ്ടി ഏകദേശം നമ്മുടെ BV Maximയുടെ അതേ ഒരു ലുക്ക് തന്നെ ആയിരുന്നു. കുറച്ച് ലുക്ക് കാര്യങ്ങളൊക്കെ മാറ്റി ബോണറ്റൊക്കെ വലുതാക്കി എന്നാ പറയുന്നത്. നല്ല എയർ ഇൻടേക്ക് കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് കിട്ടിയിരുന്നു. പിന്നെ വണ്ടിയുടെ നല്ല പൊക്കം കാര്യങ്ങളൊക്കെ കൊടുന്നൊരു ബോഡിയായിരുന്നു ഇത്. എന്നിരുന്നാലും BV Maxima Plus നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ചുരുക്കം വണ്ടികൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെയും സ്ലീപ്പർ കോച്ചുകൾ നിലവിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഈ BV സീരീസിലെ അവസാന വണ്ടിയായിരുന്നു BV3 എന്ന മോഡൽ. ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടീൻ്റെ ബോണറ്റ് നോക്കുകയാണെങ്കിൽ ഫിക്സഡ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനാൽ ഈ വണ്ടി വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ ബോഡി പക്കായിരുന്നു തന്നെ പറയാം. കാരണം ഫിക്സഡ് ഗ്രില്ലായിട്ട് പോലും വണ്ടിക്ക് നല്ല എയറിൻടേക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ബോഡിയായിരുന്നു. പക്ഷേ ലുക്ക് ഇല്ല എന്നുള്ളൊരു കാരണത്തിലാണ് ഈ ഒരു ബോഡി പരാജയപ്പെട്ടത്. ഏകദേശം നമ്മുടെ കേരളത്തിൽ ചുരുക്കം 1-2 വണ്ടികൾ മാത്രമേ ഇത് ഇറങ്ങിയിട്ടുള്ളൂ. പിന്നീട് വന്നൊരു മോഡലാണ് കെപ്പല്ല. ആദ്യം തന്നെ വന്നത് നമ്മുടെ സ്ലീപ്പർ കോച്ച് ബസ് സെഗ്മെൻറ്റിലായിരുന്നു ഈ ബോഡി അവതരിപ്പിച്ചത്. അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും തികച്ചും വ്യത്യസ്തമായൊരു ബോഡി ആയിരുന്നു ഇത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്, പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, പിന്നെ ബോണറ്റ് നോക്കുകയാണെങ്കിൽ
വലിയൊരു ബോണറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം നമ്മുടെ വണ്ടിക്ക് ഡ്രിവൺ എൻജിന് പിന്നെ AC കണ്ടീഷൻ അതിന് വേണ്ടി എൻജിൻ കൂളാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്രയും വലിയൊരു ബോണറ്റ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊടുത്തിരുന്നത്. തുടക്കത്തിൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പിന്നെ കണ്ട് ഈ വണ്ടി ഒരു ഇതായി എന്ന് തന്നെ പറയാം. ആദ്യം ഈ തുടക്കത്തിൽ ഈ വണ്ടി ഭാരത് ബെൻസ് ചേസിന് മാത്രമായിരുന്നു ഈ ബോഡി കെട്ടിക്കൊടുത്തത്. അതിന് ശേഷം പിന്നെ എല്ലാ വണ്ടിക്കുമായി ഇത് മെയിനായിട്ട് സ്ലീപ്പർ കോച്ചുകളിലായിരുന്നു. നമ്മുടെ സാധാ കോൺട്രാക്ട് ഗാരേജിന് ഈ ബോഡി കെട്ടിക്കൊടുക്കില്ല. കോൺട്രാക്ട് ബോഡീസിന് കാരണം നല്ല ഹൈ റേറ്റ് കാര്യങ്ങളായിരുന്നു ഈ ബോഡിക്ക്. അതിനാൽ കോൺട്രാക്ട് ഗാരേജിനായിട്ട് കൂടുതൽ സ്ലീപ്പർ കോച്ചുകളാണ് ഈ ക്യാപ്പെല്ലാം ഇറങ്ങിയത്. പിന്നെ അതിന് ശേഷം 50-ാം വാർഷികം പ്രകാശിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്നൊരു വണ്ടിയായിരുന്നു വെഗ. ഏകദേശം 2018 ഈ വണ്ടി മെയിനായിട്ട് ലോഞ്ച് ചെയ്യുന്നത് തന്നെ പറയാം. അതുവരെ എല്ലാ വണ്ടികളിലും ഏകദേശം നമ്മുടെ BV മാക്സിമിൻ്റെ മരത്തെ ബാക്ക് കാര്യങ്ങളായിരുന്നു. ഈ വെഗ മുതലാണ് ഇത് ചേഞ്ച് ചെയ്തിട്ട് മാറ്റിയത്. അതുപോലെ 15th പ്രകാശ് ആനിവേഴ്സറിൻ്റെ ടൈമിൽ തന്നെ നമ്മുടെ സെഡ് കാപ്പല്ല എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കിയിരുന്നു. ആകെ ഒരൊറ്റ വണ്ടിയാണ് നമ്മുടെ കേരളത്തിൽ അവതരിപ്പിച്ചത്.